മഞ്ഞക്കണിക്കൊന്ന പൂത്തുപൂച്ചൂടിയോ. പക്ഷേ കണിക്കൊന്ന പൂവല്ലട്ടാ, പാവയ്ക്കട പൂവാണത്. എന്താ രസമല്ലേ. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ പാവലിൻ്റെ കടയിൽ നിന്ന് ഒരുപാട് പിഞ്ചും ഒരു 2-3 വലിയ പാവയ്ക്കുമൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നേരം പരപരാ വെളുത്തപ്പോൾ അതൊക്കെ ഒന്ന് പോട്ടം പിടിച്ച് വീഡിയോയിലാക്കാമെന്ന് എഴുതി ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മുടെ പിഞ്ച് പാവയ്ക്കാണ് ഈ കാണുന്നത്. നമ്മുടെ വീടിനോട് ചേർന്നുള്ള ഒരു ഇത്തിരി സ്ഥലത്ത് വിത്ത് പാകി മുളപ്പിച്ച് ഇത്രയൊക്കെ ആക്കി എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ചാണകപ്പൊടി, ട്രൈക്കോഡർമ എന്ന് പറയുന്ന സാധനം നമ്മളുടെ മണ്ണിൽ ഉള്ള അപകടകാരികളായ ബാക്ടീരിയകളൊക്കെ നശിപ്പിക്കാൻ ഉതകുന്ന ട്രൈക്കോഡർമയൊക്കെ ചേർത്ത് മണ്ണിലെ pH നിലനിർത്തി വേരുകൾ വളവും വെള്ളവുമൊക്കെ വലിച്ചെടുത്ത് ചെടികൾക്ക് പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കുമ്മായമോ ഡോളമൈറ്റോ ചേർത്ത് മണ്ണ് ട്രീറ്റ് ചെയ്താണ്. ഇതെല്ലാം ചേർത്താണ് നമ്മൾ ഈ സംഭവം നട്ട് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, തേനീച്ച. ഇതെല്ലാം ഉണ്ടായാലും അവസാനത്തെ സംരക്ഷകരായി വന്ന് തേനീച്ച പൂവിലെല്ലാം പരാഗണം നടത്തി ഈ പൂവിൽ നിന്നെല്ലാം തേനെടുത്ത് പൂമ്പൊടിയെല്ലാം ഉള്ള പൂവിലേക്ക് എത്തിച്ച് പരാഗണം നടത്തി പരിപാലിച്ച് എന്നാൽ മാത്രമേ ഇതുപോലുള്ള കായ്കൾ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, ഇതുപോലെ പിഞ്ച് കായ്കൾ ഉണ്ടായാൽ നമ്മൾ അവയെ ഒതുങ്ങി സൂക്ഷിച്ചാൽ മാത്രമേ കായ്ച്ച, മത്തൻ, വണ്ട് അങ്ങനെയുള്ള കീടങ്ങളിൽ നിന്നൊക്കെ ഒതുങ്ങി സൂക്ഷിച്ച് അവയെ വളരെ കരുതലോടെ വളർത്തിയാൽ മാത്രമേ ഇങ്ങനെ നമുക്ക് കായ്കൾ പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 3 പാവയ്ക്ക ഇന്ന് നമ്മൾ എടുക്കുകയാണ്. മെഴുക്ക് പുരട്ടിയോ പാവയ്ക്ക കൊണ്ടാട്ടമോ ഉണ്ടാക്കാം. അങ്ങനെ ഇതുപോലെ നമ്മൾ അധ്വാനിച്ച് പാവയ്ക്ക ഉണ്ടാക്കി അത് തീന്മേശയിലേക്ക് എത്തി കഴിക്കുമ്പോഴുള്ള സ്വാദ് അതൊന്ന് വേറെ തന്നെയാണ് സുഹൃത്തുക്കളെ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വാമഭാഗത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായി അറുത്തെടുത്ത് അടുക്കളയിലെത്തിച്ച് അത് തീന്മേശയിലേക്ക് എത്തിക്കുന്ന ചുമതല വാമഭാഗത്തിനാണ്. അത് പൂർണ്ണമായും നമ്മൾ വിട്ടു നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ റിയൽ ഗ്രീൻ ബോക്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഇനി കാണും വരെ എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നല്ലൊരു സൂര്യ നമസ്കാരം നേരുന്നു. ഓക്കെ, ബൈ ബൈ.